ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ആഘോർ താഴ്വര, പ്രത്യാശയുടെ വാതിൽ. ഹോശേയ 2:15. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരയെയും കൊടുക്കും. ആഘോർ താഴ്വര നമുക്ക് നല്ല ഓർമ്മയുള്ള താഴ്വരയാണ്. അത് ഫലപുഷ്ടമായ ഒരു താഴ്വര ആയിരുന്നിരിക്കാം. കാരണം യെശയ്യാവ് പുതിയ ഭൂമിയെക്കുറിച്ചുള്ള തൻ്റെ പ്രവചനത്തിൽ പറയുന്നത് 65:10 ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടം ആയിരിക്കും എന്നാണ്. ഇപ്പോൾ അല്ല, ഇപ്പോൾ അതൊരു കൽക്കൂമ്പാരമാണ്. വലിയ ബലമുള്ള പട്ടണമായ യെരിഹോ നിസ്സാരമായി ജയിച്ച ശേഷം ഹായ് എന്ന നിസ്സാരമായ പട്ടണം, ചെറിയ പട്ടണം, അമ്പെ പരാജയപ്പെട്ടതിന് കാരണക്കാരനായ ആഖാനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊന്ന് തീവെച്ച് ചുട്ട് കത്തിച്ച് ചാമ്പലാക്കി ഓർമ്മയ്ക്കായി കൽക്കൂമ്പാരം ആക്കി അയക്കുന്ന സ്ഥലം. ഇസ്രായേലിൽ സ്വന്തം രാജ്യത്ത് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞ് ആദ്യത്തെ പാപം ചെയ്ത സ്ഥലം, പാപത്തിന് ആദ്യം ശിക്ഷ നൽകിയ സ്ഥലം, ആദ്യമായി മരണശിക്ഷ നൽകിയ സ്ഥലം. അതൊരു പ്രത്യാശയുടെ വാതിൽ തന്നെയാണ്. കാരണം പാപം ചെയ്താൽ ദൈവം കൂടെ ഇല്ലെന്നും, എന്നാൽ പാപം മാറ്റിയാൽ പിന്നെ ചെയ്തതും ക്ഷമിക്കപ്പെട്ടതുമായ പാപം ദൈവം ഓർക്കയില്ലെന്നും ഉള്ള പ്രത്യാശ. ഹോശേയ ഇസ്രായേലിന്റെ ഏറ്റവും അന്ധകാരം നിറഞ്ഞ സമയത്ത് സ്വന്തം ജീവിതം കൊണ്ട് പ്രവചിച്ച പ്രവാചകനാണ്. ആഘോർ താഴ്വര നൽകും. എവിടെയാണ് നൽകുന്നത്? അത് മരുഭൂമിയിലാണ് വരുന്നത്. മരുഭൂമി കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതികൂലത്തിന്റെയും മനുഷ്യവാസം സാധ്യമല്ലാത്തതിന്റെയും പ്രതീകമാണ്. നമ്മുടെ പരാജയത്തിന്റെ, നിന്ദയുടെ, പ്രതികൂലത്തിന്റെ, തകർച്ചയുടെ സ്ഥലം. അതിനെ പ്രത്യാശയുടെ വാതിലാക്കാൻ അവൻ മതിയായവൻ. അതിന് നാം യേശുവിൽ വിശ്വസിക്കണം. സകലവും നന്മയല്ല വരുന്നത്, പക്ഷേ അതിനെ നന്മയായി മാറ്റുവാനുള്ള പദ്ധതികൾ, അതിനുള്ള കഴിവ് നമ്മുടെ ദൈവത്തിനുണ്ട്. റോമർ 8:37 പൂർണ്ണമായി വിശ്വസിക്കാം, സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.